അദർസ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടേഴ്സും മാനേജിങ് ഡയറക്ടർമാരും സിഇഒമാരൊക്കെയാണ്. നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയാണ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്ട് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഗിനേഷ്യസ്. ഞാൻ ഈ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. പിന്നെ സണ്ണി ജോൺ, അഡ്വക്കേറ്റ് സണ്ണി ജോൺ, ആള് സിഇഒ ആണ്, കമ്പനിയുടെ സിഇഒ ആണ്. പിന്നെ വിൻസെന്റ് ചെറമൽ, ആള് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ബോബി ജെയിംസ്, അത് അഡ്വൈസറി കമ്മിറ്റിയിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സീനിയർ GM ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ജോളി ഡിക്ലാസ്, ആള് ടീച്ചറാണ്. ആള് വർക്ക് ചെയ്യേണ്ടത് ഡൽഹിയിലാണ്. ഈ പ്രസ് മീറ്റിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, റിട്ടയർഡ് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി. അതിനുവേണ്ടി പ്രൊജക്ട് ഞങ്ങൾ തയ്യാറാക്കി. പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ITMSന്റെ പ്രൊജക്റ്റാണ്. ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2021 സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലും ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇതിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഈ കമ്പനി. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ പ്രൊപ്പോസല് ഗവൺമെന്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ അപ്രോച്ച് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒളിഞ്ഞെടുക്കുന്ന ഒരു ബാധ്യതയില്ല ഗവൺമെന്റിന്. അതാണ് മെയിനായിട്ടത്. അപ്പൊ നമ്മുടെ പ്രൊജക്ട് എന്താണെങ്കിൽ ITMSന്റെ പ്രൊജക്റ്റാണ്. നമ്മുടെ ഇതിൽ നമ്മൾ പ്രൊജക്ട് പ്രൊപ്പോസല് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ITMSന്റെ പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് യൂട്ടിലൈസേഷൻ ഉള്ളെങ്കിലും അതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ KGST ഡിപ്പാർട്ട്മെന്റിനും പഞ്ചായത്തിനും KSRTCക്കും മറ്റുള്ള എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും ഈ പ്രൊജക്ടിന്റെ ഈ സോഫ്റ്റ്വെയർ ഞങ്ങൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാം, ആ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇതാണ് നമ്മുടെ പ്രൊജക്ട്. ഈ പ്രൊജക്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ മിനിസ്റ്റർ അടുത്ത് നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ അത് ഫോട്ടോപ്പ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തു. അങ്ങനെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്ത് ഇത് സംസാരിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് POC തരാമെന്ന് പറഞ്ഞു. POC എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ്. ഈ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം എല്ലാ സ്ഥലത്തും ഫിറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത് ഇപ്പോൾ കെൽട്രോൺ POC ചെയ്യാത്ത ഒറ്റ കാരണമാണ് നമ്മൾ ആ ഓൾട്ടോയ്ക്ക് ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞൊരു ചലാൻ ജനറേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഞങ്ങൾ POC ചെയ്ത അതുകൊണ്ട് അങ്ങനെ കംപ്ലൈന്റുകളും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു POC ചെയ്യാനായിട്ട് പറഞ്ഞത്. കെൽട്രോൺ POC ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ POC ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റാർട്ടപ്പ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞു, കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ചണ്ഡീഗഡ് സ്മാർട്ട് സിറ്റി ആണ് ഇപ്പൊ ITMSന്റെ പ്രൊജക്ട് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഭാഗത്തുനിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചണ്ഡീഗഡ് സ്മാർട്ട് സിറ്റിയിൽ പോയി പഠിക്കാനായിട്ട് അവിടെ നിന്ന് ഒരു ലെറ്റർ തന്നു. അത് ആ ലെറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ പഠിച്ചതിന് ശേഷം നമ്മൾ POCക്ക് റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ചപ്പോൾ നമുക്ക് POC തന്നു. പാലക്കാട് എൻഫോഴ്സ്മെന്റ് RTOയുടെയും അതുപോലെ തന്നെ മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTOയുടെയും തൃശ്ശൂർ എൻഫോഴ്സ്മെന്റ് RTOയുടെയും കീഴിൽ 9 ആൾക്കാരെ അതിനെ അധികാരപ്പെടുത്തി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു POC ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു.
അപ്പൊ POC ചെയ്തപ്പോൾ ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ NHAയുടെ സാങ്ഷനൊക്കെ ഞങ്ങൾ എടുത്തു, അവരെടുത്ത് തന്നു. അങ്ങനെ ആ POC ചെയ്യുന്ന സമയത്ത് ഒരു മഴക്കാലം തൊട്ട് മുമ്പാണ് ചെയ്തത്. POC ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സിറ്റി പോലീസ് കമ്മീഷണർ, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ, റൂറൽ SP, ഇരിഞ്ഞാലക്കുടയിലുള്ള റൂറൽ SP, എക്സൈസിലെ ഡിസ്ട്രിക്ട് കമ്മീഷണർ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ KGSC ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, LSTD ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, അതുപോലെ KSRTCയുടെ ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിൽ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകും. അപ്പൊ അവർ ചലഞ്ച് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരേ നമ്പർ പ്ലേറ്റിൽ കേരളത്തിന്റെ 2 സ്ഥലത്ത് ഫേക്ക് നമ്പർ പ്ലേറ്റ് ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ അത് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫേക്ക് നമ്പർ പ്ലേറ്റ് എപ്പോൾ ഇറങ്ങണോ ആ സമയത്ത് പോലീസിന് അലർട്ട് പോകും. അലർട്ട് പോയി കഴിഞ്ഞാൽ അലർട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവർക്ക് എൻ്റർ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഏതാണ് ഫേക്ക് നമ്പർ പ്ലേറ്റ് എന്ന് അവർക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവര് ഈ ഫേക്ക് നമ്പർ പ്ലേറ്റ് ഇറക്കിയിട്ടുള്ള ആൾക്കാര് ക്രൈം ചെയ്യണേക്കാളും മുമ്പ് ചിലപ്പോൾ പോലീസിന് അത് പിടിക്കാൻ പറ്റിയെന്ന് വരും. അതൊന്ന്. പിന്നെ ഒരേ സമയം തന്നെ ഇവിടുത്തെ നമ്മള് ഒരു DYSP ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോ, റിട്ടയർഡ് ആയിട്ടുള്ള DYSP ആണ് ആള് ഡിസ്കസ് ചെയ്തപ്പോ, ആളെ എറണാകുളത്ത് DYSP ആയിരിക്കുന്ന സമയത്ത് ഒരേ നമ്പർ ഒരേ കമ്പനി ഒരു ഹീറോ ഹോണ്ട ബ്ലാക്ക് സ്പ്ലെൻഡർ തിരുവനന്തപുരത്തും എറണാകുളത്തും ഉപയോഗിക്കുന്നുണ്ട് ഒരാളുടെ നമ്പറിൽ, ഒരേ നമ്പറിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സിറ്റുവേഷൻ ഇതിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സൈസുകാർ ആവശ്യപ്പെട്ട എന്താണെങ്കിൽ അവർക്ക് ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഇത്ര നമ്പർ വണ്ടിയിൽ വരുന്നു എന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 35-40 ഓഫീസേഴ്സിനെ പല സ്ഥലത്ത് ഇറക്കിയിട്ട് വേണം ഇവരെ കണ്ടുപിടിക്കാനായിട്ട്. അതിന് ഭയങ്കരമായിട്ട് മാൻ പവർ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിന് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചപ്പോൾ അതിനും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു നമ്പർ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഇത്ര നമ്പർ വണ്ടിയിൽ ഇത്ര ലിറ്റർ സാധനം വരുന്നത് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് എൻട്രി ആണെങ്കിൽ അതിന്റെ 30 ദിവസം മുമ്പത്തെ ഹിസ്റ്ററി കിട്ടും, ലൈവ് ആയിട്ടുള്ള ഹിസ്റ്ററി കിട്ടും. ലാസ്റ്റ് കവർ ചെയ്ത ക്യാമറ കിട്ടും, നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ക്യാമറ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത എക്സൈസ് ഓഫീസ് ഏതാന്നുള്ള അവർക്ക് അറിയാം, ഏത് റൂട്ടിലാണ് അത് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. ലാസ്റ്റ് കവർ ചെയ്ത ക്യാമറ അത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അടുത്ത എക്സൈസ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന റൂട്ടില് ഇന്ന ഡയറക്ഷനിൽ ഇത്ര നമ്പർ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടീനെ പിടിച്ചോ എന്ന് പറയേ വേണ്ടു. അഥവാ ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അറിയിച്ചു, അവർ തപ്പി ഇതിൽ എൻ്റർ ചെയ്തിട്ട് ഇവർ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അവരിതിൽ എൻ്റർ ചെയ്തിട്ട് അലർട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ആ വണ്ടി എൻ്റർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ആ ഒരു അലർട്ട് ഈ ആവശ്യപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പോകും. അപ്പോൾ അവർക്കിപ്പോൾ വാളയാറാണെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എക്സൈസ് ഓഫീസിലെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അവർക്കത് പിടിക്കാൻ പറ്റും. അതുപോലെ പോലീസിന് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വണ്ടി, ഒരു കസ്റ്റമറുടെ വണ്ടി വേറെ കസ്റ്റമർ ഇടിച്ചു, ഒരു വണ്ടി വേറെ ആൾ ഇടിച്ചിട്ട് ഇടിച്ച ആള് വണ്ടി നിർത്താണ്ട് ഓടണം. അപ്പോൾ ഇടി കൊണ്ട ആള് എൻ്റെ പിന്നാലെ കുറച്ച് നേരം ചേസ് ചെയ്ത് പോയി, പക്ഷെ അവന് കിട്ടിയില്ല. ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പോരും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ വണ്ടി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്പർ 30 ദിവസം തുടങ്ങി മുമ്പോട്ടുള്ള ഹിസ്റ്ററി കിട്ടും. മാത്രമല്ല ഇപ്പൊ അത് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലാസ്റ്റ് കവർ ചെയ്ത ക്യാമറ ഏതാണ്, നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ക്യാമറ ഏതാണ്, റൂട്ടിലാണെന്ന് അറിയാൻ പറ്റും. അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പോലീസുകാർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഈ വണ്ടീനെ പിടിക്കാൻ പറ്റും. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ക്രൈം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യം വരും. ഇപ്പൊ KGST ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണെങ്കിൽ, തിരുവനന്തപുരത്ത് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണെങ്കിൽ ചാല മാർക്കറ്റിൽ ഒരു ദിവസം ഒരു വണ്ടി 3-4 ലോഡ് ഇറക്കി പോകുന്നുണ്ടാവും. അതില് ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര പ്രാവശ്യം ലോഡ് ഇറക്കി എന്നുള്ള അറിയാൻ പറ്റും. ഇപ്പൊ KSRTC ഒക്കെ ആണെങ്കിൽ അവരിപ്പോ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പ് MD ആയിരുന്ന
ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ MD ആയിരുന്ന ആള് ജോഷ എന്ന് പറഞ്ഞിട്ട് IT ടെക്നിക്കൽ ആയിട്ടുള്ള ആളെ ഞങ്ങൾ എന്നെ സമീപിച്ച് അങ്ങനെ അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഡെപ്പോയില് ഒരു വണ്ടി എപ്പോൾ കയറുന്നു എപ്പോൾ ഇറങ്ങും അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡിലേ ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലാണെങ്കിൽ അഡീഷണൽ അവർക്ക് ജസ്റ്റ് ഒരു ക്യാമറ വെച്ചാൽ മാത്രം മതി ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പഞ്ചായത്തിനൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിലാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ വേസ്റ്റ് ഡംപിങ്ങിന്റെ ഒരു പ്രോബ്ലമാണ് എല്ലാ പഞ്ചായത്തുകളും ഉണ്ടാകുന്നത്. അവിടെ എങ്ങനെയാന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ ഈ പ്രൊജക്ട് നമ്മുടെ കേരളത്തില് ഗവൺമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ എവിടേക്കാണ് ഇപ്പൊ തൃശ്ശൂർ ഒരു പഞ്ചായത്തിൽ നമുക്ക് അംഗീകരിക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പഞ്ചായത്ത് ചെയ്യാണ്ട് ഞങ്ങൾ ഈ ക്യാമറ അവർക്ക് വെച്ചു കൊടുക്കാം. അവർ ചെയ്യേണ്ടത് മാത്രമല്ലോ അവർക്ക് ഞങ്ങൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ചലാന്റെ റിയലൈസ് ചെയ്യുന്ന എല്ലാ പൈസയും കിട്ടില്ലല്ലോ, റിയലൈസ് ചെയ്യുന്ന പൈസയുടെ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എമൗണ്ട് മാത്രം റിലീസ് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളും ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പല ആൾക്കാരും പാണഞ്ചേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 600 കിട്ടുമല്ലോ അപ്പൊ എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാ പഞ്ചായത്തിലും നമുക്ക് എവിടേക്കാണ് ഇത് അനുവദിച്ചെങ്കിൽ അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാ പഞ്ചായത്തിലും നമ്മൾ ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കാം. കാരണം എന്താണെങ്കിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാമറയുടെ മാത്രമേ വരുന്നുള്ളൂ, ഞങ്ങൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വേറെ വരുന്നില്ല. സോഫ്റ്റ്വെയർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിൽ ഞങ്ങൾ POC ചെയ്യുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു. കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു റിസൾട്ടും തന്നു. അങ്ങനെ ഈ പ്രൊജക്ട് ഞങ്ങളിപ്പോ POC സമയത്ത് നമ്മൾ 11 ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഫൈൻ നമുക്ക് വലിയൊരു ഫൈൻ കിട്ടി. 2000 മുകളില് ഫൈൻ നമുക്ക് അടിക്കാൻ പറ്റുന്ന ചലാൻ ചലൻ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് ചലാൻ ഞങ്ങൾക്ക് അതിന്റെ വീഡിയോ അയച്ചു തരാൻ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോട്ടീസ് കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. നിയമലംഘനങ്ങൾ പോർട്ടലായിട്ട് ഇട്ട് കൊടുത്തു. POCക്ക് അനുമതി പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് നിയമനങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്യാനുള്ള അധികാരം തന്നിട്ടില്ല. ചലാൻ ജനറേറ്റ് ചെയ്യാനുള്ള വയലേഷൻ 30,000 മുകളിൽ ഉണ്ടായിരുന്നു. 30,000 മുകളിൽ വയലേഷൻ ഉണ്ടായിരുന്നു. ചലാൻ അതെ അതെ ഇപ്പൊ മറ്റേ എരട്ടക്കുളം ജംഗ്ഷനിൽ കമ്പൽസറി ആയിട്ട് ഫ്രിഡ്ജ് സാർ മറ്റേ അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവിടെ കമ്പൽസറി ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെങ്കിൽ 2 ടോൾ പ്ലാസ സെന്ററിൽ ഞങ്ങൾക്ക് ഒരു POCക്കുള്ള സ്പേസ് തരാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു ആക്സിഡന്റ് ഡെത്ത് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ആക്സിഡന്റ് ഡെത്ത് ആയിട്ടുള്ള സ്പോട്ട് നമ്മള് 2023 ഈ ജൂൺ മാസം അവസാനിച്ചു. ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെയുള്ള മാസങ്ങളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതാണ് POC നമുക്ക് തന്നത്. അതെ അല്ല അവിടുത്തെ മാത്രമാണ് അവിടുത്തെ മാത്രം പാട്ടരാക്കിൽ അത്രയും വന്നില്ല. 10,000 മുകളിലൊക്കെ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റോ എല്ലാ ജനറേഷനും ഉണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മള് ഒരു 128 ക്യാമറ ഇപ്പൊ നമ്മള് 128 ക്യാമറയ്ക്ക് നമ്മള് 25 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറയ്ക്ക് നമ്മള് ക്യാമറയുടെ പൈസ അല്ല സോഫ്റ്റ്വെയർ എല്ലാം കൂടിയിട്ട് അല്ല അത് ഇൻക്ലൂഡഡ് ആയിട്ടാണ്. ക്യാമറയ്ക്ക് നമുക്ക് വരുന്നത് 50,000 മുകളിലേ വരുന്നുള്ളൂ, അല്ലാണ്ട് 2 ലക്ഷം ഒന്നും ഇല്ല. എല്ലാം NPR ആണ്, നൈറ്റ് മോഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 50,000 ജസ്റ്റ് മുകളിൽ വരുള്ളൂ, 2 ലക്ഷം അങ്ങനത്തെ ഒരു എക്സ്പെൻസ് അല്ല. ഞങ്ങളുടെ ഈ പ്രൊജക്ട് എന്നിട്ട് ഫുള്ളായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു ലാഗ് വന്നു. അപ്പൊ നമ്മള് അന്നത്തെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിനെ പോയി കണ്ടു. സെക്രട്ടറി പോയി കണ്ടപ്പോ ആദ്യമൊന്നും അപ്പോയിന്റ്മെന്റ് തരാനായിട്ട് എക്സിക്യൂട്ടീവ് അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ട്രാൻസ്പോർട്ട് ചുരുക്കി പറയാൻ വേണമെങ്കിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി, അഡീഷണൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അതുപോലെ തന്നെ KSRTC മാനേജർ, അണ്ടർ സെക്രട്ടറിമാർ 2 പേര്, ഇവരെല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് വെച്ചു.
അതിൽ ഞാനും ബോബി സാറും സത്യമാന സീനിയർ ജിഎമായിട്ടുള്ള ബോബി സാറും കൂടി അതിൽ പങ്കെടുത്തു. അതില് അന്നത്തെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുള്ള തീരുമാനം എന്താണെങ്കിൽ, ഇത് കേരളത്തിന്റെ പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 50 കോടി രൂപയ്ക്കുള്ള താഴെയുള്ള പ്രൊജക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ, അതും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കേരളത്തിന്റെ പ്രൊജക്റ്റ് ആയിട്ട് എടുത്തിട്ട് പൈലറ്റ് പ്രൊജക്ടിന് സാങ്ഷൻ ചെയ്യാൻ പോകും. അങ്ങനെ 2024 അതിന് മുമ്പായിട്ട് അതിൽ ഡിസ്കഷൻ നടന്നു. 2024 ഡിസംബർ 24 4 മണിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ടീമും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ടീമും കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ അവർ ചേംബറിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങളോട് പൈലറ്റ് പ്രൊജക്ട് ചെയ്തോളാൻ പറഞ്ഞു. പൈലറ്റ് പ്രൊജക്ട് ചെയ്തോ, അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പൈലറ്റ് പ്രൊജക്ട് ചെയ്തോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമറയുടെ ഇതിന്റെ സർവേ നടത്തിക്കോ, അതുപോലെ PPT പ്രസന്റേഷൻ ചെയ്യാനായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു ഇതുണ്ടായില്ല. ഒരു എന്താ പറയാ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നോക്കാം, വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് തന്നെ നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് കഴിഞ്ഞാലും കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ, ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഒരു ക്രൈം നടത്താൻ ഒരാൾ കേരളത്തിൽ എൻട്രി ഇല്ല. മാത്രമല്ല ഇപ്പോ അവിടെ ഇവിടെയും വേസ്റ്റ് ഡംപിങ്ങിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. നീറ്റ് കേരളയായിരിക്കും. അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരാണ്, ഇഷ്ടം പോലെ ആൾക്കാർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്, അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് അവരെ കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവേഴ്സ് സമ്മതിക്കുന്നില്ല. റോങ് ആയിട്ട് കയറി വന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞങ്ങൾ 3 കോടിക്ക് രൂപ താഴെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മള് ഗവൺമെന്റിന് ഒരു പൈസ നമ്മൾ മേടിച്ചില്ല. ഈവൻ സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്രാന്റ് പോലും നമ്മൾ മേടിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ടുള്ള സർപ്ലസ് പൈസ എടുത്തിട്ട് ഞങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കും. ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങളൊരു റിക്വസ്റ്റ് ലെറ്റർ ഈ കഴിഞ്ഞ 10-ാം തീയതി, കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ചർച്ച ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് നല്ലതാണ്, നിങ്ങൾ ഈ പ്രൊജക്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാം, ഇതിന്റെ നൂലാമാലകൾ എന്താണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് അതിന്റെ മാറ്റിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. ഇതെല്ലാം പറഞ്ഞാൽ എല്ലാവരും അവിടെയുള്ള ഓഫീസിലെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്, അവർക്ക് താല്പര്യമാണ്. ഇതിപ്പോ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുന്നും താല്പര്യമാണ്. ഇപ്പൊ ഓരോ സാഹചര്യങ്ങളിൽ അത് നടത്തി വരുമ്പോ ആ സ്ഥാനത്ത് പിന്നെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് പോകുമ്പോ ഇപ്പൊ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഓർഡർ ഇട്ടു, ഒരു മാസം കഴിഞ്ഞപ്പോ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആ സ്ഥാനത്തില്ല. പിന്നെ ആരോട് ഞങ്ങൾ പറയും? അങ്ങനെയായിരുന്നു മുന്നത്തെ സാഹചര്യങ്ങൾ. ഇപ്പൊ ഒരു TC-മാർ 2-3 ആൾക്കാർ മാറി. ഇല്ല, MOU ഒപ്പിടാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അതെ 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 അതെ. ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മള് റെക്കമെൻഡ് ചെയ്തിട്ട് ഇത്രയും ഇതായിട്ട് നമ്മള് ചെയ്തോളാം MOU ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെ അവിടെ ഷോപ്പ് വന്നത്. അതായത് POC പൈലറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു വെർബൽ ഇതുപോലെ പെർമിഷൻ പോലെ തന്നിരുന്നു. ഈ വെർബൽ തന്ന അതിനുള്ള പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അവിടെ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നമുക്ക് കിട്ടിയില്ല. കാരണം ഇറ്റ് ഷുഡ് ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പല ക്ലിയർ ആയിട്ടില്ല. ഏതൊരു പൈലറ്റ് പ്രോജക്റ്റിന് ഓൾറെഡി POC നടത്തിയ ഞങ്ങളുടെ സോഫ്റ്റ്വെയറും ഞങ്ങളുടെ ക്യാമറയും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കസ്റ്റഡിയിലുണ്ട്. പൈലറ്റ് പ്രോജക്ട് എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ നടത്തലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. PPT പ്രസന്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വന്നപ്പോഴാണ് പിന്നെ അത് സ്റ്റോപ്പ് ആയത്. ഞങ്ങൾക്ക് പിന്നെ അത് PPT പ്രസന്റേഷൻ ഡേറ്റ് തരുന്നില്ല. അപ്പൊ ഞങ്ങൾ സർവേ നടത്തിക്കൊണ്ടുണ്ടോ എല്ലായിടത്തും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പൈലറ്റ് പ്രൊജക്ട് ചെയ്യാനായിട്ട് നമുക്ക് വാക്കാല അനുമതി തന്നെ. പക്ഷെ പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ അത് തടസ്സപ്പെടുത്താനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിക്കാണ് ചെയ്തത്. ഇല്ല, എന്താന്ന് ചോദിക്കുമ്പോ അവരൊന്നും പറയണില്ല. അപ്പൊ മോളിന്ന് MOU ഒപ്പിടാനായിട്ട് MOU ഒപ്പിടാനായിട്ട് നമുക്ക് MOU ഒപ്പിടാനായിട്ട് ഈ വാചകം കഴിഞ്ഞപ്പോ MOU ഒപ്പിടാനായിട്ട് നമ്മൾ കാര്യങ്ങൾ സെറ്റപ്പ് ആക്കിയപ്പോ അതിന് തയ്യാറായി. അതുണ്ടായി. ഇതിലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കിട്ടുന്ന വരുമാനത്തിന്റെ കിട്ടുന്ന വരുമാനത്തിന്റെ ഇപ്പൊ നമ്മള് ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്തല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉപേക്ഷിക്കപ്പെടുന്ന റിട്ടയർഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്.
വേറെ ഒരു ഉദ്ദേശം ഇല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ അല്ല, ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഈ പ്രോജക്ട് ഇഷ്ടപ്പെടാനുള്ള എന്റെ മെയിൻ ഒരു റീസൺ കേരളത്തിലുള്ള ഒരു 71,000 ആളുകൾക്ക് ജോലി സാധ്യതയുള്ള പ്രോജക്റ്റ് ആണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഇതിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അവർക്ക് ഇതില് 10 പൈസ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ആദർശമാണ് എല്ലാ പൈസയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അത് നമ്മള് 1,20,000 പേർക്കാണ് ജോലി കിട്ടാന്ന് പറഞ്ഞത് ചാർട്ടർ മിഷനില്. അതൊരു യൂണിറ്റില് അവരിപ്പോ ക്യാമറ ടെക്നിക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിലാണെങ്കിലും നമ്മൾ ഈ ഓഫീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, എക്സ്പെൻസ് നമ്മൾ എടുക്കണം. അങ്ങനെയാണ് അഗ്രിമെന്റ്. അത് കൺട്രോൾ ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ എക്സ്പെൻസ് സാലറി കൊടുക്കലടക്കം നമ്മളാണ്. സാലറി കൊടുക്കുന്ന ആൾക്കാരെ 5 പേരെ അപ്പോയിന്റ് എങ്കിലും ഞങ്ങൾ 10 പേരെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും. അവരതിന്റെ ക്രൈറ്റീരിയ പറയും. അങ്ങനെയാണ് മുന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇപ്പോഴത്തെ അല്ല, മുന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇല്ല, അത് ഗവൺമെന്റ് പറയുന്ന കേരളത്തിൽ മൊത്തമാണെങ്കിൽ ദുബായ് മോഡലിൽ കവർ ചെയ്യണമെങ്കിൽ എത്ര? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ 128 ക്യാമറ വെച്ച് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 128 ക്യാമറ ഒരു യൂണിറ്റ്. അതുപോലെ എത്ര യൂണിറ്റ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കുക, എത്ര സ്ഥലങ്ങളിൽ ഇതിന്റെ മാക്സിമം. അപ്പൊ അതിനനുസരിച്ച് ഒരു ജില്ലയിൽ ഇത്ര അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ സ്ട്രീറ്റുകളും കവർ ചെയ്യുന്ന സംവിധാനമാണോ? അതാണ് ചോദിക്കുന്നത്. എല്ലാ സ്ട്രീറ്റ് ഇപ്പൊ ഞാൻ പറയാം, ഒരു പഞ്ചായത്തിലെ ഒരു യൂണിറ്റ് ആണെങ്കിലും ഇപ്പൊ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഇപ്പൊ തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ആണ് അല്ലെങ്കിൽ എറണാകുളം മുനിസിപ്പാലിറ്റി ആണ്, അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഒന്നും മതിയാവാണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പറയുമ്പോൾ കൂടുതലാണെങ്കിൽ കൂടുതൽ വെക്കും. അങ്ങനെ എല്ലാം കൂടി വെച്ച് വരുമ്പോൾ ഏകദേശം 71,000 പേർക്ക് കേരള ചാർട്ടർ മിഷൻ അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ 1,20,000 പേർക്കാണ് നമ്മൾ ഏകദേശം പറഞ്ഞത്. പക്ഷെ അത്രയും ഇല്ലെങ്കിലും 71,000 പേർക്ക് നമുക്കൊരു ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേരള ചാർട്ടർ മിഷൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്. ഇത്ര 1000 പേർക്ക് ജോലി കിട്ടുന്നതും എന്റർപ്രണേഴ്സിനെ കിട്ടുന്നതുമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണെന്ന് പറഞ്ഞിട്ട്. അതെ, തൃശ്ശൂർ ഹെഡ് ഓഫീസ് ആയിട്ട്. ഇത് തൃശ്ശൂർ ബേസ് സ്ഥാപനം. ഹൈക്കോൺ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് വരികയാണെങ്കിൽ 200. അതെ അതെ കൃഷ്ണ ജോർജ്. അതെ 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 അവരായിട്ട് ഞങ്ങൾ ടൈപ്പ് എഗ്രിമെന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ അവരെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സർവീസ് നെറ്റ്വർക്ക് ഞങ്ങൾ എടുക്കുക. 200 ചില്ലാനും നെറ്റ്വർക്ക് അവർ കേരളത്തിലുണ്ട്. ഞങ്ങൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന്റെ എല്ലാ വിധത്തിലുള്ള ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എല്ലാ വിധത്തിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ നോക്കിയിട്ട് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടു. ബാക്കി ഗവൺമെന്റ് സാങ്ഷൻ കിട്ടാൻ വേണ്ടു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കി. ഓക്കെ, ഇപ്പൊ ബാങ്കുകളായിട്ട് സംസാരിച്ച് അത് ലോൺ കൊടുക്കാനായിട്ട് ടൈപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഹാർഡ്വെയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അതിനൊരു ടൈപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തേക്കാളും ഹാർഡ്വെയറിൽ ഭയങ്കരമായിട്ട് മാറ്റം വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഈ ഇതില് കമ്മിറ്റ്മെന്റിൽ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. 128 ക്യാമറ 25 കോടി രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പഞ്ചായത്തിൽ. അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആള് ചോദിച്ച പോലെ ഹൈക്കോണായിട്ട് എങ്ങനെയാ ടൈപ്പ്, അത് ഞങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് എന്തെങ്കിലും സർവീസ് ആ പോയിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹൈക്കോണായിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 200 ചില്ലാനും 300 താഴെ അവർക്ക് സർവീസ് സെന്ററുകൾ കേരളത്തിലുണ്ട്. അവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിന് സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്കും ഗുണാണ്, നമുക്കും ഗുണാണ്. നമ്മളെ സമയത്ത് ഇല്ല ഇല്ല അതിൽ പറയുന്നില്ല. അവർക്ക് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് അറിയാവുന്നതാണ്. നമ്മളിപ്പോ ഞാൻ പറയാം, ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയിൽ ബുധനാഴ്ച ഞങ്ങള് ടീസിനെ പോയി കണ്ടു. അപ്പൊ ഞങ്ങൾ ഹൈക്കോണ്ട് ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ടീസിനെ പോയി കാണുമ്പോൾ. അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പോയി കണ്ടു. അതുപോലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ഹൈക്കോണ്ട് ഒരു മാനേജർ ഞങ്ങളൊപ്പം വരും. അങ്ങനെയാണ് ഞങ്ങളാണ് ഇതില് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. അപ്പൊ ഈ ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ആ സാറിന് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തോട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇതില് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആള് വലിയൊരു ഇതൊന്നും ആള് ആവശ്യപ്പെട്ടില്ല. ആളെ ഇപ്പൊ ലോഗ് ഉപയോഗിക്കാനായിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു പൈസ പോലും ആള് ഇതിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് ആവശ്യമില്ല. ഇല്ല, അവർക്ക് പിരിവ് വരും. അവർക്ക് ഇപ്പോ ഒരു
ഇല്ല ഞാൻ പറഞ്ഞത് അവരാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ ചലാൻ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ചലാൻ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് അവർ ജസ്റ്റ് പറഞ്ഞാല് ഗവൺമെന്റിന്റെ ഇൻകം വരുന്നത് അവർക്കാണ് വരുമാനം, അവർക്കാണ് വരുമാനം വരുന്നത്. അവര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിലാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗുണമുണ്ട് എന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഒരു ബൈക്കാരൻ ഹെൽമെറ്റ് ഇല്ല, അവൻ നിർത്താണ്ട് പോകണം, അവന് പിന്നാലെ പിടിക്കണം, അവൻ വന്ന് ഇടിച്ചു പറഞ്ഞ് വീഴാണ്, അവൻ ചാവാണ്. അത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാവില്ല. അങ്ങനെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ആക്സിഡന്റ് കുളത്തിൽ പോയി വിടുക, കിണറിൽ പോയി വിടുക, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. എന്നുവെച്ചാൽ അവർക്ക് ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ജോബ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് ഒരു റിലാക്സ് ആയിട്ടുള്ള ജോബ്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. കൈമണി ഉണ്ടാവില്ല, കൈമണി മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല കൈമണി കാര്യങ്ങളൊന്നും അത് കിട്ടില്ല. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് മനസ്സിലായി. ഇപ്പൊ ഒരു ക്രോസ് ലോറീനെ തടഞ്ഞു നിർത്തിയിട്ട് അവർക്ക് ഇന്ന് കൈമണി മേടിച്ചിട്ട് ചെറിയൊരു ചലാൻ ജനറേറ്റ് ചെയ്ത് അവർക്ക് ഇത് ചലാൻ കൊടുത്തിട്ട് കുറച്ച് പൈസയുടെ ചലാൻ കൊടുത്ത് കൂടുതൽ പൈസ മേടിച്ചിട്ട് അങ്ങനെയൊന്നും നടക്കില്ല. കറപ്ഷൻ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. നമ്മൾക്ക് ആർക്കും കൈക്കൂലി കൊടുക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ. ശരിക്കും വേണ്ടത് ഗവൺമെന്റ് വഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കറപ്ഷൻ കുറയൂടെ. എന്ന് വെച്ചാൽ 0% ആക്കാൻ നമുക്ക് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അല്ല നിൽക്കട്ടെ, കാരണം അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ്, അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കട്ടെ. അതുപോലെ എല്ലാ ആൾക്കാരും താമസിക്കുന്നത് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് അത് തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശം തന്നെ ഒരു ക്ലീൻ, ക്രൈം ഫ്രീ, കറപ്ഷൻ ഫ്രീ കേരള എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നീറ്റ് ആൻഡ് ക്ലീൻ കേരള, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്ക് വരുമ്പോ ഈ പറഞ്ഞൊരു പ്രസക്തി കുറയാണ്. കൈക്കൂലി മേടിക്കാന്ന് പറഞ്ഞത് നമുക്ക്. അതുപോലെ വയലേഷൻസ് കുറഞ്ഞു വരും. എല്ലാ സ്ഥലത്തും ക്യാമറകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും ആളുകളുടെ വയലേഷൻസ് കുറഞ്ഞു വരും. സ്പീഡ് കൂടെ ഓടിക്കണ അവർക്കറിയാം ഇന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമറ ഇടുന്നത്. അപ്പൊ അതിനും വളരെയധികം ഉപകാരമാണത്. വളരെ ആക്സിഡന്റ് ഡെത്ത് ആയിട്ട് അതുപോലത്തെ ആക്സിഡന്റ് എന്നിട്ട് പാരലൈസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ സ്റ്റേജിലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ക്രൈം വളരെ കുറയുമ്പോ അല്ലെങ്കിൽ ആക്സിഡന്റ് വളരെ കുറയുമ്പോ ഇതിങ്ങനത്തെ എന്താ ചില വീട്ടിലൊക്കെ പോകുമ്പോ എന്താ പറയാ, ആ കൂടി ഒരു മോൻ ഇടിച്ചതൊക്കെ എടുക്കുന്നു. കുറെ നാളായിട്ട് 5-8 കൊല്ലമായിട്ട് ആൾക്ക് നടക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനത്തെ ഒരാൾ വരുമ്പോഴാണ് നമ്മളത് ചിന്തിക്കുള്ളൂ. ഇത് കുറെ ആക്സിഡന്റുകൾ കുറയും, കുറെ ആൾക്കാർക്ക് ഇതിന്റെ നന്മകൾ മാത്രമേ ഇതിനുള്ളൂ എന്നാണ് ഇപ്പൊ നമ്മള് പലരോട് ചോദിച്ചപ്പോ പല ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ POC നടത്തിയ എരട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണത്. 3 മാസത്തേക്കാണ് POC നടത്തിയത്. POC നടത്തി കഴിഞ്ഞിട്ട് പീരീഡ് കഴിഞ്ഞപ്പോ നമ്മളെ ക്യാമറകൾ ഇതൊക്കെ ഊരാൻ ചെന്നപ്പോ അവിടുത്തെ ജനം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത് ഊരി കൊണ്ടുപോകണേ, ഇവിടെ ഞങ്ങൾക്ക് കുറച്ചു കാലമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സമയമായിരുന്നു എന്നാണ് അവരെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അധികാരമില്ലാത്തതുകൊണ്ട് നമ്മളത് ഊരിയെടുക്കുകയാണ് ചെയ്തത്. ജെന്യൂനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കാലത്ത് ഞങ്ങൾ ഊരാൻ ചെന്നപ്പോ ഓട്ടോറിക്ഷയുടെ ടീമായിട്ട് അവർ വന്നു. എന്നിട്ട് പറഞ്ഞത് ഊരാണ്ടിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എവിടെ വേണമെങ്കിൽ പോയിട്ട് ഞങ്ങൾ സംസാരിക്കാം പറഞ്ഞു. അപ്പൊ NHAയുടെ സാങ്ഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ ഞങ്ങൾ എടുക്കുന്ന പോളിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ആ പോളിന്റെ ഭാഗത്തിന് എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഗ്രിമെന്റ് ഉള്ളത് NHA ആയിട്ട്. അപ്പോ എന്നിട്ട് കാലത്ത് അങ്ങനെ വന്നു. ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ അവിടെ വ്യാപാരി വ്യവസായികളുടെ കട നടത്തുന്ന ആൾക്കാർ വന്നു. എന്നിട്ട് പറഞ്ഞു ഊരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, എവിടെ വേണമെങ്കിൽ പോയി ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്കിപ്പോ നിങ്ങള് അവിടെ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന കേസാണ് ഇതൊക്കെ. അവിടെ ഞങ്ങളിത് ഈ ആക്സിഡന്റ് ഈ സ്പോട്ടില് ആക്സിഡന്റ് ഡെത്ത് സ്പോട്ടില് ഞങ്ങൾ ക്യാമറ വെച്ചിട്ട് ഊരുന്നവരെ ഒരു ആക്സിഡന്റ് നടന്നിട്ടില്ല എന്നാണ് അതിശയം. അത് അവിടുത്തെ എരട്ടക്കുളം ജംഗ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറ വെക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നോ, അന്ന് ആക്സിഡന്റ് കുറവായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ടർമാരാണല്ലോ, അറിയാവുന്ന കേസാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ കുറെ ഗുണങ്ങള് ഇതിലുണ്ട്. ഇതിന്റെ പ്രോഫിറ്റില് ആ പ്രോഫിറ്റിന്റെ കാര്യം ചോദിച്ചു നന്നായി. ഈ കമ്പനിക്ക് കിട്ടുന്ന ഈ പ്രോഫിറ്റിന്റെ 80% പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ചാരിറ്റബിളുടെ ഈ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങളുടെ കമ്പനിയുടെ മെമ്പറുടെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അത് എന്തിനാണെങ്കിൽ ഇത് ഷെയർ എടുത്ത് കൊളാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ഇപ്പൊ ഒരു ഇതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും, പക്ഷെ അത് റൺ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ റൺ ചെയ്യാനായിട്ടുള്ള ഇൻകാണ് ഞങ്ങൾ ഇതിൽ കൂടി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ കാലങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞു പോകും. കാലങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ണിനോട് മണ്ണായിട്ട് മറിഞ്ഞു കഴിഞ്ഞാലും ഈ സ്ഥാപനം ഈ റൺ ചെയ്ത് പോകാനായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാക്കി കിടക്കലാണ് ഞങ്ങളുടെ പരിപാടി. വേറെ ഇതല്ല നമ്മളിത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടില്ല, ഇതിലൊരു ഷെയർ എടുക്കാനായിട്ട് ആരും താല്പര്യപ്പെടില്ല. ഇതുപോലെ എന്താ പറയാ, കിട്ടില്ല ഉറപ്പില്ലാത്ത ഒരു ഇതില് ഇപ്പൊ ഇതിലൊരു ഇൻവെസ്റ്റ് ആയിട്ട് വരാനായിട്ട് ആരും താല്പര്യപ്പെടില്ല. ഇതിലിപ്പോ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങള് ഇപ്പൊ ജോളേച്ച് മുമ്പാതിരം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിനെ സമീപിച്ചു. അപ്പൊ ആള് പറഞ്ഞ എന്താണ്, നിങ്ങളുടെ റേറ്റ് ഒക്കെ എന്താണെങ്കിൽ നിങ്ങൾ തായോ, ഞങ്ങളെ നോക്കിയിട്ട് ഇത് പറയാൻ പോകും. അങ്ങനെ ഞങ്ങൾ റൈറ്റപ്പ് ആയിട്ട് ഇത് കൊടുത്തു. അത് കൊടുത്തപ്പോ ആള് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു കാര്യത്തിനാണ് നിങ്ങൾ എന്നെ കാണാനായിട്ട് വരണ്ട. അപ്പൊ അവര് ചോദിച്ചു എത്ര, സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചു എത്ര പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചണ്ഡീഗഡിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് ആരും ഞങ്ങൾ ഇവിടെ 2 പേര് വരുന്നു. അപ്പൊ ഇങ്ങനൊരു കാര്യത്തിനാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണാനായിട്ട് വരണ്ട, ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആള് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വന്ന് ആ പറഞ്ഞ സമയത്ത് ഞങ്ങൾ എറണാകുളം പോയി സംസാരിച്ച് 12:45 തൊട്ട് 3:45 വരെ സംസാരിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ പഴയ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർ ഫ്രാൻസിസ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ സബ് ഡിവിഷൻ എഞ്ചിനീയർ ഇതുണ്ടായിരുന്നു, പിന്നെ ബിൻസി സാറിന്റെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് പോയി സംസാരിച്ച് ആള് പറഞ്ഞു, ഇതില് അഡ്വൈസറി കമ്മിറ്റിയിലല്ല, നിങ്ങളിത് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം എത്ര ലാഭം പ്രതീക്ഷിക്കുന്നത്? ഇതിനു വേണ്ടി നീക്കി വെക്കാൻ ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് ഇല്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യുക. കേരളത്തിൽ എല്ലായിടത്തും സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിനു വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. എത്ര കിട്ടുന്നതനുസരിച്ച് അതിന്റെ 80%. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാല് ആ 100 രൂപയ്ക്ക് നമ്മൾ സെന്റർ സ്റ്റാർട്ട് ചെയ്യില്ല, അതിൽ 20 രൂപ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോ എത്ര യൂണിറ്റ് ആണ് ഗവൺമെന്റ് നമുക്ക് തരണേന്ന് അറിഞ്ഞൂടല്ലോ. അതിനനുസരിച്ചിട്ടാണ് അതിന്റെ പ്രോഫിറ്റും അതിന്റെ വരുമാനം ഒക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ആവശ്യപ്പെടുന്നത് ഒരു പൈലറ്റ് പ്രൊജക്ട്. പ്രാവശ്യം കൊണ്ട് എല്ലാ യൂണിറ്റും തുടങ്ങില്ലല്ലോ. നമ്മളൊരു പൈലറ്റ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഒരു കൺസെന്റ് തരാം. ഉണ്ട്. ഓരോ പേര് പറയാം. എന്റെ പേര് ഇഗ്നേഷ്യസ്, ഞാൻ മാനേജിംഗ് ഡയറക്ടർ, സണ്ണി, അഡ്വക്കേറ്റ് സണ്ണി ജോൺ, എല്ലാവരും.